ഭാഗ്യമല്ലെങ്കിൽ നമ്മുടെ ജീവിതരേഖയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്, അപ്രതീക്ഷിതമാണ്, ആകസ്മികമാണ് ജീവിതം തന്നെ. ഉർവശി തന്നെ പണ്ട് 5 വർഷം മുമ്പ് ചിന്തിച്ച പോലെയല്ല ഇന്ന് ജീവിക്കുന്നത്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാ ഉർവശിയുടെ എന്താ പറയുക ജാതകം തിരുത്തി കുറിച്ചൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ரொம்ப நன்றி. தேங்க்ஸ். எதுங்க? தேங்க்ஸ் என்ன 10வது வரைக்கும் படிச்சிருக்கேன். சபாஷ். മുന്താണെ മുടിച്ചു. ഒരു പക്ഷേ അതിലൊരു ആ ഒരു പാട്ട് സീൻ അല്ലേ, എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ വൈറലായിരുന്നു. ഇന്ന് വൈറൽ എന്നുള്ള വാക്ക് അന്നില്ല. വലിയൊരു എന്താ പറയുക എക്സ്പ്ലോഷനായിരുന്നു. തമിഴിൽ പരിമളമായി മാറി. കുറേ അതിനുശേഷം കുറേ കുട്ടികൾക്ക് ഞാൻ തന്നെ പേരിട്ടിട്ടുണ്ട് പരിമള എന്ന്. പേരിടാൻ പല ഫംഗ്ഷനും പോകുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് എന്നുവെച്ചാൽ ഇഷ്ടമുള്ളവരെ കൊണ്ട് പേരിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ മിസ് ചെയ്ത ആൺകുട്ടിക്ക് പരിമള എന്ന് പേരിട്ടിട്ടുണ്ട്. ഉടുപ്പിട്ട് ഒരിക്കുമല്ലോ, നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. ഒരു പേര് പറഞ്ഞപ്പോൾ അമ്മ നിങ്ങൾ உங்களுக்கு പിടിച്ച പേര്. അപ്പം കുറേ ശീലമായി. ഇപ്പം പിള്ളേർക്ക് കുറേ പരിമള എന്നിട്ടിട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അമ്മ അത് ആമ്പളപ്പിള്ള, പിന്നെ എന്തോ ചെയ്യും, പറവാല്ല ഞങ്ങൾക്ക് അത് സേത്തിനൊരു പേര് വെച്ചുക്രോന്ന് പറയും. കുറേ കുട്ടികൾ ആ സമയത്ത് പരിമള എന്നുണ്ടായിരുന്നു. ഭയങ്കര ചേഞ്ചായിരുന്നു ആ ഫിലിം. പക്ഷേ ഇതൊന്നും അഭിനയിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസവും എങ്ങനെ ഈ സ്ഥലം വിടാന്നുള്ള ചിന്തയിലായിരുന്നിരുന്നു. പക്ഷേ ഈ മുന്താണെ മുടിച്ച സിനിമ ഉർവശി അവിടെ ഒരുമാതിരി എന്താ പറയുക സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലേക്ക് ഉയർത്തി എന്നുള്ള കാര്യമൊന്നും തലക്കുള്ളിലേക്ക് കയറിയില്ലേ? ഒരിക്കലും ഇല്ല. എന്നെക്കുറിച്ച് ആദ്യമായിട്ട് വന്ന വിമർശനം എന്താ അറിയാവോ, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിനകത്ത് വൈദ്യരുടെ ക്യാരക്ടർ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഫ്രീലാൻസറാണ്. അന്നേ പത്രങ്ങൾക്കൊക്കെ ന്യൂസ് കൊടുക്കുന്ന ആളാണ്. ഫയൽവാൻ രംഗനാഥൻ എന്തോ ആണ് പേര് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു 4 വരിയാണ് ദിനത്തന്തി പേപ്പറിൽ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് വരുന്ന ഒരു വിമർശനം. എന്ന് വെച്ചാൽ ഒരു ഗോസിപ്പ് പോലെ വന്നത്. പുതിയതായിട്ടൊരു നായിക വന്നിട്ടുണ്ട്, സ്കൂള് ഫിനിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ഭയങ്കര അഹങ്കാരിയാണ്, ഡയറക്ടർ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലായി. അല്ല, പക്ഷെ എന്താ അറിയോ, ഞാൻ ഈ പറഞ്ഞ പോലെ 7 മണിയാവുമ്പം ചോറുണ്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങും. അതൊരു ഗ്രാമമല്ലേ. അപ്പോൾ അതുവരെ സ്കൂളിൽ പോയിട്ട് വന്ന് നമ്മൾ ചിത്രഗീതം മാത്രമേ ഉള്ളൂ 7 മുതൽ 7:30 വരെ. അപ്പോൾ അവിടെ നിന്ന് ആഹാരം കഴിക്കും, ടി വിയുടെ മുമ്പിൽ നിന്ന് ഉറങ്ങും, ആരെങ്കിലും എടുത്തോണ്ട് പായ കൊണ്ടുവന്ന് കിടത്തി, ഇതല്ലേ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 9:30 മണി 10:30 മണി 11 മണി വരെയൊക്കെ രാത്രി ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ ആ ചിന്നഞ്ചിറകിളി എന്നൊരു പാട്ടുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് പാടുന്ന ഒരു പാട്ട്. 21 ദിവസം എടുത്തു ആ പാട്ട് തീരാൻ. കാരണം ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കത്തെ വിളിച്ചാൽ ഞാൻ കരയും. അപ്പോൾ ആ പാട്ടെടുക്കുമ്പോൾ 2-3 ദിവസം അതെൻ്റെ ഫാമിലിയിൽ എല്ലാവരും, ചേച്ചി ആവട്ടെ കൽച്ചേച്ചി ആവട്ടെ, അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ അച്ഛനും അമ്മയും നാടകത്തിലായതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരുന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് രാത്രി ലേറ്റാവും. രാവിലെ കിടന്നുറങ്ങുന്ന ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഡയറക്ടർ. പരിമളം ഒരുപക്ഷെ ശരാശരി തമിഴ് യുവാക്കളുടെ ഹരമായി മാറി. ഒരുപാട് പ്രണയലേഖനം വന്ന് കിട്ടിയിരുന്നു ഉർവശിക്ക്. എനിക്കോ? ഒരുപാട് പേര് കത്തെഴുതി അന്ന്. ഒരു കൊച്ചു കുഞ്ഞാന്നുള്ള കാര്യമൊന്നും പലർക്കും മനസ്സിലായില്ല. ലെറ്റേഴ്സ്, ഒരുപാട് ലെറ്റേഴ്സ് വരുമായിരുന്നു. അതൊക്കെ എൻ്റെ ചിറ്റപ്പനായിരുന്നു തിരിച്ചെഴുതുന്നത്, എൻ്റെ പേരിൽ എഴുതുന്നതൊക്കെ. വെച്ചിട്ട് എഴുതുന്നത്. അതൊക്കെ എന്തൊക്കെയാ മറുപടി എഴുതിയിട്ടുള്ളത് വായിക്കാൻ തന്നോ? ചിലതൊക്കെ തരും, നല്ലതൊക്കെ തരും. രസം തോന്നിയോ? അല്ല, നമുക്ക് ഇപ്പം പേടിയാവും. ചിലരൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഞാൻ കാതലിക്കറേ എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആകുമ്പോൾ അങ്ങനെ ഒരു സീരിയസ് അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ വരുകേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടി, വീട്ടിലുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മിക്കവാറും ലെറ്റേഴ്സ് ചിറ്റപ്പനും അമ്മയൊക്കെ ഇരുന്ന് തിരിച്ചെഴുതി. കണ്ടിപ്പാ என்னுடைய പടങ്ങളെ പാറുങ്ങൾ, കാതലിപ്പതർക്ക് എനിക്ക് ഇന്നും വയതാകവില്ലേ, മന്നിത്ത് വിടുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മറുപടി എഴുതും. അന്ന് വല്ലോ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഉർവശിയുടെ മൊബൈൽ ഫോണിന്റെ വാട്സപ്പൊക്കെ അടിച്ചുപോയി. അത് ശരിയാണ്. അന്ന് സിനിമയ്ക്കൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമുക്ക് ഈസിയായി സിനിമ എന്ന് പറഞ്ഞ സംഗതി ഒരു വലിയ വിസ്മയമൊന്നുമല്ല. അപ്പോൾ പ്രത്യേകിച്ച് തമിഴ് ആർട്ടിസ്റ്റ് എന്നും സിനിമയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓഡിയൻസ് ഉള്ള, അത് 1 വർഷം ഓടി ആ പടം, നിറഞ്ഞോടി. എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ഒരു വ്യത്യസ്ത ചിത്രമായിരുന്നു. തമിഴിൻ്റെ ഒരു ഗ്രാമീണത മുഴുവൻ ഒപ്പിയെടുക്കുന്ന, ഒരു നിഷ്കളങ്കത ഒപ്പിയെടുക്കുന്ന, നമ്മുടെ ഇവിടെയും കേരളത്തിൽ നന്നായിട്ട് ഓടി, തെന്നിന്ത്യയിൽ മുഴുവൻ ഓടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മുന്താണെ മുടിച്ചു.